കലാത്തിയ പ്ലാന്റ് നമുക്ക് വെള്ളത്തിൽ നന്നായിട്ട് വളർത്താൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ല തിക്കും പുഷുമായിട്ട് കലാത്തിയ പ്ലാന്റ് വെള്ളത്തിൽ വളർന്നു വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ചെറിയ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇതേപോലെ ഇതിൻ്റെ കുഞ്ഞു ബേബി പ്ലാന്റുകൾ അടർത്തി മാറ്റി ഇട്ട് വെച്ചാൽ മതി. കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം പോലെ വേര് വരും. ഇവിടെ നമ്മളൊരു വാട്ടർ ബോട്ടിൽ നമ്മൾ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൽ ഇട്ട് വെച്ചതായിരുന്നു. നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് നന്നായിട്ട് വേരും വരും. അതേപോലെ തന്നെ കുഞ്ഞു ബേബി പ്ലാന്റുകളും ഈ ഒരു ചെറിയ ബോട്ടിൽ ഇട്ട് വെച്ചപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിക്കും പുഷുമായിട്ട് നന്നായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം കൂടുതൽ വെള്ളം കൊള്ളുന്ന കുപ്പിയോ അല്ലെങ്കിൽ പോട്ടോ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അതിൽ നമുക്ക് പ്രത്യേക രീതിയിൽ വെള്ളം നിറച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കുന്നതിൻ്റെ മുമ്പായിട്ട് വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ലൈക്ക് തരാനായിട്ട് മറന്നു പോകരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി നോക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. ഇവിടെ ഇതേപോലെ നമുക്ക് വലിയ പോട്ടിൽ നമുക്ക് വളർത്താൻ പറ്റും വെള്ളത്തിൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കുറച്ചധികം കൂടുതൽ വെള്ളം കൊള്ളുന്നൊരു പോട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു പോട്ട് എടുക്കുക. ഈ ഒരു വെള്ളത്തിൽ നമുക്ക് വളർത്തു മീനുകളൊക്കെ ചെറിയ ചെറിയ മീനുകളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കൊതുക് വരുന്ന ഒരു പ്രശ്നമില്ല. അതേപോലെ തന്നെ വേരൊക്കെ നല്ല ക്ലീൻ ചെയ്ത് എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ചധികം വെള്ളം എടുക്കുക. കൂടുതൽ എത്രത്തോളം വെള്ളം കൂടുമോ അതിനനുസരിച്ചിട്ട് വളരുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്കൊരു വളം നമുക്ക് പ്രത്യേക രീതിയിൽ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പറയാം. അപ്പോൾ ഇതേപോലത്തെ ഒരു പോട്ടിൽ വളരുന്ന പ്ലാന്റ് ആണെങ്കിൽ കുഞ്ഞു ബേബി പ്ലാന്റുകൾ എടുത്ത് അടർത്തി മാറ്റിയിട്ട് വയ്ക്കാം. അല്ല ഈ ഒരു പ്ലാന്റ് മൊത്തമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ആ ഒരു മണ്ണ് നമുക്ക് മെല്ലെ മെല്ലെ കുടഞ്ഞ് കളയുകയോ അല്ലെങ്കിൽ മെല്ലെ മെല്ലെ വേരുകൾ പൊട്ടിപ്പോവാതെ നമുക്ക് എടുക്കാം. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ഇതേപോലത്തെ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അതിലിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് നേരം ഒരു മണിക്കൂർ ഈ ഒരു പ്ലാന്റ് അതിലിട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ ആ വേര് നല്ല വൃത്തിയായി കിട്ടും. അതേപോലെ തന്നെ ആ മണ്ണൊക്കെ വേരുന്ന് മൊത്തമായിട്ടും മുഴുവനായിട്ടും പോയി കിട്ടും. അതിന് ശേഷമാണ് നമ്മൾ പ്ലാന്റ് വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ മണ്ണിലിരിക്കുന്ന വേര് കട്ടായി പോകാതെ എന്നാലും അത് ആ ഒരു പോട്ട് മിക്സൊക്കെ നന്നായിട്ട് പോകുന്ന രീതിയിൽ വേണം നമ്മൾ ഇതേപോലെ ഈ ഒരു പ്ലാന്റ് വൃത്തിയാക്കിയിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രത്തോളം പ്ലാന്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് കത്രികയോ അല്ലെങ്കിൽ മൂർച്ചയുള്ള ബ്ലേഡൊക്കെ ഉപയോഗിച്ച് ആ പ്ലാന്റിൻ്റെ വേരുകളൊന്നും കട്ടായി പോകാതെ നമുക്ക് ഈ ഒരു പ്ലാന്റ് 2 or 3 ആക്കി ഇളക്കി മാറ്റി അല്ലെങ്കിൽ അടർത്തി മാറ്റി നമുക്ക് 3 ആയിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റായിട്ട് ചെയ്യാം. അല്ല മണ്ണിലാണ് വളർത്തുന്നുണ്ടെങ്കിൽ അതേപോലെയും ചെയ്യാം. അപ്പോൾ ആ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമ്മൾ ഇത് ഡയറക്റ്റ് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക എന്നുള്ളതാണ്. ഡയറക്റ്റ് സൺലൈറ്റ് തട്ടുന്നൊരു സ്ഥലത്ത് വെക്കരുത്. എന്നാലോ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നൊരു സ്ഥലത്തേക്ക് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് റിസൾട്ട് കിട്ടും. ഒരു ഇല പോലും വാടിപ്പോകുകയോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ വരില്ല. നമുക്ക് നല്ല ഇതായിട്ട് കിട്ടും. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ 19 രാസവളം 1 സ്പൂണ് 10 ലിറ്റർ എന്നുള്ള രീതിയിൽ ഒരു 1/2 സ്പൂണ് 5 ലിറ്റർ. ഇതിൻ്റെ 1/2 സ്പൂണിൻ്റെ പകുതിയാണെങ്കിൽ 1/4 സ്പൂണാണെങ്കിൽ ഒരു 2 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം നമ്മളിതിൻ്റെ ചൂട്ടിൽ ആ ഒരു പോട്ടിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ വറ്റുന്നതായിരിക്കും. അതനുസരിച്ച് നമ്മൾ ആ ഒരു പോട്ടിൽ നിന്നും ആ വെള്ളം നിറച്ച് വെക്കാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ കൂടുമ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം മാറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് കമൻ്റായിട്ട് എഴുതി ചോദിക്കാവുന്നതാണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാമെങ്കിൽ നമുക്ക് മണ്ണിൽ വളരുന്നതിനേക്കാൾക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇതേപോലെ വെള്ളത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതേപോലെ തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല നല്ല കണ്ടൻറ്റും നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. തൽക്കാലം ഇവിടെ ചോദിക്കട്ടെ. ബൈ ബൈ.